ആർ ജെ ഡിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ എം വി ശ്രേയാംസ് കുമാറിന് ഒരു സുരക്ഷിതമായ സീറ്റ് എന്നുള്ള താല്പര്യം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കൽപ്പറ്റയിൽ അദ്ദേഹം പരാജയപ്പെട്ടതാണ്. ഈ കൂത്തുപറമ്പ് മാത്രമേ കിട്ടിയുള്ളൂ. ബാക്കിയുള്ളവർക്കും വിജയിക്കാനാവുന്ന 2 സീറ്റ് നൽകുകയാണെങ്കിൽ 3 നേരത്തെ കൊടുത്തിരുന്നത്. കൂടുതൽ ആവശ്യപ്പെടാൻ സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ നാദാപുരം എന്നൊരു ആഗ്രഹം മുന്നോട്ട് വെച്ചതായി കേൾക്കുന്നു. അങ്ങനെയെങ്കിൽ അത് കൊടുക്കാനുള്ള സാധ്യതയും അവിടെ നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷേ മുന്നണിയിലേക്ക് മാറുക. ഇന്നിപ്പോൾ എൻ്റെ ചർച്ചയിൽ വർഗീസ് ജോർജ് സംസാരിക്കുമ്പോൾ എൽ ഡി എഫുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എടുക്കുന്ന സി പി എമ്മിൻ്റെ നിലപാടുകളെ ശക്തിയുക്തം എൽ ഡി എഫിൽ പ്രതികരിച്ചിട്ടുള്ളതാണ്, പുറത്തും പ്രതികരിക്കുന്നുണ്ട്. അതിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ അത് ബി ജെ പിക്കാണ് സഹായകരമാകുക എന്ന് പറയുമ്പോൾ ഓരോ കാര്യങ്ങളായി എടുത്തു പറയുന്നു. ഇപ്പോൾ പി എം ശ്രീ ഒപ്പിട്ടതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ എൽ ഡി എഫിൽ അവർ ആഗ്രഹിച്ച ഒന്നും അവർക്ക് കിട്ടിയിട്ടില്ല, അവർ നിരാശരാണ് എന്നതിൻ്റെ സൂചനകളാണ് നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ ആർ ജെ ഡിയുടെ കാര്യത്തിൽ ഒരുപക്ഷേ സംഭവിച്ചേക്കാം. കേരള കോൺഗ്രസ് മാണി വിഭാഗം അറിയില്ല. കോൺഗ്രസ് ഇനിയിപ്പോൾ അങ്ങോട്ട് വല്ലാതെ ആവശ്യപ്പെട്ട് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട സാഹചര്യം അവരെ സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം അവർക്ക് ആത്മവിശ്വാസം കൂടുതൽ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതയും കുറവാണ്. പക്ഷേ ചർച്ചകൾ നടക്കുന്നുണ്ട്.